നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. സ്കൂളുകളുടെ പ്രവൃത്തി സമയത്തെ സംബന്ധിച്ചുള്ള തർക്കം രൂക്ഷമാവുകയാണ്. ഏറ്റവും ഒടുവിൽ സർക്കാരിൻ്റെ ഘടകകക്ഷിയായ INL എത്തുകയാണ്. കൂടിയാലോചനകളില്ലാതെ ഇത്തരം തീരുമാനങ്ങൾ പാടില്ല എന്ന നിലപാട് ഒരു വിഭാഗം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. സമസ്ത സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഘട്ടത്തിലാണ് ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. സ്കൂളുകളുടെ സമയമാറ്റം എങ്ങനെ വേണം? മാറേണ്ടത് മദ്രസകളുടെ സമയമോ അതോ സ്കൂളിൻ്റെ പ്രവൃത്തി സമയമോ? പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീകൃഷ്ണൻ. ഹലോ, ശ്രീകൃഷ്ണ. കൃഷ്ണയെ കുറേ ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട്. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. പിന്നീട് കൃഷ്ണയോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ സ്കൂളുകളുടെ സമയമാറ്റത്തെക്കുറിച്ച് കൃഷ്ണ എങ്ങനെയാണ് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്? അങ്ങനെ വേണോ അതോ നിലവിലെ സാഹചര്യം തുടരണം എന്നാണോ പറയുന്നത്? നിലവിൽ ഇപ്പം പോകുന്ന കണക്ക് പോകണമെന്ന് തന്നെയാണ്. സർക്കാരിന്റെ നിയമം അനുസരിച്ച് തന്നെ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ മദ്രസ പഠനം ബാധിക്കപ്പെട്ടാൽ അത് സാരമില്ല, അല്ലെങ്കിൽ അവർ മാറ്റട്ടെ എന്നാണ് കൃഷ്ണ പറയുന്നത്, അല്ലേ? പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നെ ഒന്ന് സഹായിക്കുമോ? എനിക്ക് മുഖ്യമന്ത്രിയോടൊന്ന് സംസാരിക്കണം. എനിക്ക് രാഷ്ട്രീയത്തിൽ കയറണം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണത്. ആണോ? അത് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചല്ല കൃഷ്ണ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കയറേണ്ടത്. ഞാൻ സത്യസന്ധമായ ഒരാളാണ് കൃഷ്ണ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൃഷ്ണയോട് പറയുന്നത്. നമ്മൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുക. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ മത്സരിക്കണമെന്ന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കണമെന്ന് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അവരിങ്ങോട്ട് പറയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിന് അർഹനാവുന്നത്. ഓക്കെ? അല്ലാതെ നമ്മൾ ആരെയെങ്കിലും നേരെ വിളിച്ച് എന്നെ രാഷ്ട്രീയത്തിലെടുക്കണം, എന്നെ നാളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണം എന്ന് പറയുന്നതല്ല നമ്മുടെ നാട്ടിലെ രീതി. അങ്ങനെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ശരിയായ രീതി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങൾ നിങ്ങളെ പിന്തുണച്ച് ഇങ്ങനെ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരണം, ഞങ്ങളുടെ നേതൃപദവിയിലേക്ക് വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നിടത്താണ് യഥാർത്ഥ രാഷ്ട്രീയം തുടങ്ങുന്നത്. അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, ശരി. അപ്പോൾ പൊതുരംഗത്തേക്ക് കൂടുതൽ സജീവമാകുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. നേതൃസ്ഥാനത്തിരുന്ന് കൊടിവെച്ച കാറിൽ പോകുന്നതിനേക്കാൾ നല്ലത് സാധാരണ മനുഷ്യൻ്റെ ഒരു കണ്ണീർ ഒപ്പാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ രാഷ്ട്രീയക്കാരനാകുന്നത്. ശരി. ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര. ശ്രീ ബാലകൃഷ്ണനെ ആയിട്ട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി. നമസ്കാരം. പിന്നെ ഇടയ്ക്ക് ഞാനും ശ്രീ ബാലകൃഷ്ണൻ വടകരയെ നോക്കിയിരുന്നു. കുറച്ച് ദിവസം ഞാൻ അവധിയായിരുന്നു, പക്ഷേ അപ്പോഴൊന്നും കണ്ടില്ല. ഞാൻ വിചാരിച്ച് തിരക്കിൻ്റെയൊക്കെ ഒരു സമയമായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കൂടെ ഒരു വിശ്രമമുള്ള സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വേനൽക്കാലത്തായിരുന്നു അങ്ങയുടെ ബിസിനസ്സിന് കൂടുതൽ തിരക്കെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് വിശ്രമത്തിൻ്റെ സമയമായിരിക്കും എന്നാണല്ലോ അന്ന് പറഞ്ഞിരുന്നത്, അല്ലേ? അങ്ങനെയാണോ? പക്ഷേ സാറിന് ഞാനിപ്പോൾ ഒരുപാട് ദിവസമായിട്ട് സജീവമാണ് ന്യൂസ് പൊതുവെ. പക്ഷേ സാറിൻ്റെ ഒരകലം ഉണ്ടായിരുന്നു കുറച്ചധികം ദിവസം. എല്ലാ പ്രേക്ഷകരും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നത് കേട്ടു. പക്ഷേ സാറ് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുക. നമുക്ക് ഈ മദ്രസ പഠനം സ്കൂളിൽ തന്നെ ഏർപ്പെടുത്താമല്ലോ. നമ്മുടെ സർക്കാർ അതിനൊക്കെ തയ്യാറല്ലേ? മദ്രസ പഠനം സ്കൂളിൽ ഏർപ്പെടുത്തി? എന്താ അത് നമ്മുടെ സർക്കാർ സ്കൂളിൽ എന്തായാലും സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാ സാർ? അല്ല, മതപഠനങ്ങൾ നടത്തേണ്ടത് അതാത് മതസ്ഥാപനങ്ങളാണല്ലോ. സർക്കാർ അതിനപ്പുറത്തേക്ക് പൊതുവിദ്യാഭ്യാസമല്ലേ ആളുകൾക്ക് നൽകേണ്ടത്, അല്ലേ? അല്ല, അങ്ങനെ മതപഠനം നടത്തുന്ന സമയം മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാളെ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ഞങ്ങളെ മതപഠനം ഉണ്ട് ഇപ്പൊ ഉച്ചക്ക് 1 മണിക്ക് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ സാർ? അല്ല, പക്ഷെ അത് നമ്മളിപ്പോൾ ഉള്ളതിന് ഒരു കാര്യം നമ്മൾ അനുവദിച്ചു കൊടുത്താണല്ലോ. അപ്പോൾ അത് മാറ്റുമ്പോൾ അവരുമായി ഒരു കൂടിയാലോചന നല്ലതല്ലേ? സാർ, ഇതെങ്ങനെ അനുവദിച്ചു കൊടുത്തു സാർ? മതേതര രാജ്യത്ത് മതപഠനം എന്ന് പറഞ്ഞൊരു പഠനം ഒരു പ്രത്യേക വിഭാഗത്തിന് കൊടുക്കാൻ ആര് നിയമം ഉണ്ടാക്കി? അതൊക്കെ നമ്മൾ ചില സാധനങ്ങൾ പലർക്കും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ സിഖ് വിഭാഗങ്ങളിലത്തെ ആളുകൾക്ക് അവർക്ക് ടർബൻ ധരിക്കണമെന്ന് അവരുടെ മതത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ചില വിട്ടുവീഴ്ചകൾ നമ്മൾ സൈന്യത്തിലടക്കം ചെയ്തു കൊടുക്കുന്നില്ലേ? അവർക്ക് അങ്ങനെ ഒരു തലപ്പാവ് വയ്ക്കാൻ, താടി വയ്ക്കാൻ അധികാരങ്ങൾ. ഇപ്പോൾ പോലീസ് ഷേവ് ചെയ്യണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ചിലർക്ക് താടി വയ്ക്കാൻ അധികാരമുണ്ട്. മതേതരത്വം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ മതേതരത്വമല്ല ഇന്ത്യൻ മതേതരത്വം എന്ന് നമ്മൾ എത്രയോ മുമ്പ് വ്യക്തമാക്കിയതാണ്. ഇവിടെ
എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം കൊടുക്കുക, അതിന് പ്രത്യേക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പരിരക്ഷ കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു നിലപാടല്ലേ നമുക്ക് പൊതുവേ ഉള്ളത്. അപ്പോൾ എല്ലാ ആളുകൾ മതങ്ങൾക്കും ഞാൻ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു അത് തന്നെയാ സാർ. എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം കൊടുക്കുമ്പോ നാളെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പറയുന്നത് ഞങ്ങളുടെ പഠനം 10:30 മണിക്ക് ശേഷമാണ്, അതുകൊണ്ട് 11:30 ശേഷം സ്കൂൾ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കുമോ നമ്മുടെ രാജ്യത്ത്? നടക്കുമോ സാർ? ഇതൊക്കെ ആരാ സാർ ഉണ്ടാക്കിയത്? അല്ല, അങ്ങനെ ഇപ്പോൾ ഒരുപാട്, ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ കൽപ്പാത്തിയിലൊരു രഥോത്സവം നടക്കുന്നു, സ്വാഭാവികമായ അവധി കൊടുക്കൂലേ? ചിനക്കത്തൂർ പൂരം നടക്കുമ്പോൾ സ്വാഭാവികമായ അവധി കൊടുക്കൂലേ? അതൊക്കെ ആ നാടുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പൊതുവികാരവുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കണോ? എത്ര ദിവസം കൊടുക്കും സാർ? ഒരു ദിവസം കൊടുക്കുമായിരിക്കും. ഒരു ദിവസമല്ലേ, അല്ലെങ്കിൽ തേര് നടക്കുന്ന ദിവസം, അല്ലെങ്കിൽ പൂരം നടക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഉത്സവങ്ങൾ നടക്കുന്ന ദിവസം, അങ്ങനെയല്ലേ ആ ദിവസങ്ങളിൽ അവധി കൊടുക്കും. അതാണ് സാർ പറയുന്നത്. ഈ മതപഠനം നടത്താൻ ഞങ്ങൾ സമയം കഴിച്ചിട്ടാണ് മറ്റുള്ള കുട്ടികൾ സ്കൂളിൽ പോകേണ്ടത്, ഞങ്ങൾ നിശ്ചയിക്കുന്ന സമയം. ആ ദാഷ്ട്യത്തിന് അവസരം ആര് കൊടുത്തു സാർ? ആര് കൊടുത്തെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിൽ പൊതുവേ ഉള്ളതല്ലേന്ന്. ഇത് ആരെങ്കിലും കൊടുക്കുന്നതാണോ? എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെല്ലാം ആളുകൾ അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെ പോകുന്നൊരു നാടല്ലേ നമുക്ക് വേണ്ടത്. എന്താണ് ഈ ബാലകൃഷ്ണൻ ആര് കൊടുത്തെന്ന് വെച്ചാൽ ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്നതാണോ ഇതൊക്കെ? അല്ല സാർ, എന്നാ പിന്നെ ഈ ഭൂരിപക്ഷമായ ഹിന്ദു മതവിഭാഗം എത്രയോ കൊടുക്കുന്നില്ലേ? അതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷമായ ഹിന്ദു വിഭാഗത്തിൻ്റെ ഓരോ ഉത്സവങ്ങൾക്ക് അവധി കൊടുക്കുന്നില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിലെ പല ക്രിസ്മസിന് അവധി കൊടുക്കുന്നില്ലേ? അതേപോലെ ഓണത്തിന് അത് ഇപ്പോൾ ഒരു മതത്തിൻ്റെ മാത്രം ഉത്സവമായിട്ടല്ല, അത് പൊതുവെയാണ് ഉത്സവം. ഇപ്പോൾ അല്ലാതെ മതവിഭാഗങ്ങളുടെ ഉത്സവങ്ങൾക്ക് അവധി കൊടുക്കുന്നില്ല. ഇതൊക്കെ പൊതുവെ ഒരു രാജ്യത്ത് നടക്കുന്നതല്ലേ? ഇതിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സവിശേഷത അത് തന്നെയല്ലേ? എല്ലാ മതങ്ങളെയും കാണുക. മതപഠനം ഇന്ത്യയിൽ പാടില്ല. മതം പഠിപ്പിക്കണ്ട, വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചാൽ മതി. ഇന്ത്യയിൽ ജനാധിപത്യത്തിനും മതേതരത്തിനും ഇന്ത്യൻ ഭരണഘടന പറയുന്ന എല്ലാ മതത്തിനും അവകാശമുണ്ട്. പക്ഷെ ഒരു പ്രത്യേക മതമോ ചെറുപ്പത്തിൽ തന്നെ മതവിദ്വേഷം പടർത്തി മതവികാരം ഉണ്ടാക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. അങ്ങനെ മതവിദ്വേഷം ആരെങ്കിലും വളർത്തുന്നുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ 11,000 മദ്രസകളുണ്ട്, 12 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. ഇവരെല്ലാം മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവരാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരാളെ ആരോപിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പ് വേണ്ടേ? ഒരു കഴമ്പുമില്ലേ സാർ? എൻ്റെ കൂട്ടുകാരൊക്കെ മതവിദ്യാഭ്യാസം മദ്രസയിൽ പോയി പഠിച്ചവരൊന്നും വർഗീയ വിഷമുള്ളവരൊന്നും അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങയുടെ കൂട്ടുകാരെങ്ങനെയാണ് എനിക്കറിയാം. ഞാൻ മദ്രസയിൽ പോയി പഠിച്ചിട്ടുമില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. അല്ല സാർ, മതപഠനം എന്തിനാ സാർ? മതങ്ങൾ ആളുകൾക്ക് പഠിക്കാനും അവരവരുടെ ജീവിതം ഇത് ചെയ്യാനും ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമല്ലേ? അത് മതപഠനം വേണ്ടെന്ന് പറയാൻ ഇത് മതം പാടില്ല എന്ന് പറയുന്ന ഒരു സംവിധാനമല്ലല്ലോ രാജ്യത്തുള്ളത്. ഇതെന്താണ് ഇത്രയും ബാലകൃഷ്ണ പോലെ ഒരാൾക്ക് മനസ്സിലാവില്ല? ഞാൻ നാളെ ചോദിക്കുകയാണ്, നാളെ ചില നമ്മുടെ പൊതുമതങ്ങൾക്ക് കൊടുക്കുന്ന അവധികളെല്ലാം റദ്ദാക്കണം, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? എനിക്ക് എന്താണ് ബാലകൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു ദിവസം, ഒരു വർഷത്തിൽ 2-3 ദിവസം വരും. അതാണ് സാർ പറയുന്നത്. ഒരു ദിവസം ആയാലും അത് കൊടുക്കുന്നില്ലേ? മതത്തിന്റെ ഇംഗിതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ ടൈമെ അവരുടെ മതത്തിന്റെ ഇംഗിതത്തിനായിട്ട് അനുവദിക്കണം. ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ സാർ? അതല്ല, അത് ഞാൻ ചോദിക്കുന്നത് അവരെ കൂടെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാരിന് ഇല്ലേ? അവരെത്ര കാലമായി സാർ നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നു? സാർ ഒരു സെക്കൻഡ് വിളിക്കാക്കി. നമ്മൾ ബഹുമാനിയായ AK ആന്റണി പറഞ്ഞ എന്താണെന്നറിയോ കോൺഗ്രസിനോട്? ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇംഗിതവും കാര്യങ്ങളും മറന്നുപോയതാണ് കോൺഗ്രസിന് രാജ്യത്ത് പറ്റിയ അബദ്ധം. അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ആന്റണിയെ പോലെ പരിണപ്പെട്ട ഒരു നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷത്തിന്റെ കാര്യം മറന്നുപോയെങ്കിൽ അതും കൂടി നോക്കുകയല്ലേ വേണ്ട? അത് ന്യൂനപക്ഷത്തിന്റെ ഇല്ലായ്മ ചെയ്യലല്ലോ വേണ്ടത്. അങ്ങനെയൊന്നല്ല. ന്യൂനപക്ഷത്തിന്റെ തിട്ടൂരൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റൂല. അത് ശിവൻകുട്ടിയല്ല, ഇടതുപക്ഷ സർക്കാരിലെ ഏത് സർക്കാർ അതിനെ എതിർത്തിട്ടുണ്ടെങ്കിലും അതാണ് ജനഹിതം, അതാണ് ജനാധിപത്യം. അതിന് യാതൊരു സംശയവും വേണ്ട. ഇനി ഇവരുടെ ഇംഗിതത്തിലൊന്നും ഇടതുപക്ഷം പ്രവർത്തിക്കുകയില്ല. ഇടതുപക്ഷത്തിന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടൂല. അവരും ഇത് വ്യക്തമായി തന്നെയല്ല പറയുന്നത്. വോട്ടിന് വേണ്ടി ചെയ്യേണ്ട ഒന്നാണോ ഇത്? ശ്രീ ബാലകൃഷ്ണൻ എന്താണ് പറയുന്നത്? എനിക്ക് വോട്ടിന് വേണ്ടി തന്നെയാണ് ഇടതും വലതും ഇവിടെ പ്രവർത്തിക്കുന്നത് സാർ. അതിന് യാതൊരു സംശയമില്ല. അല്ല, ഞാൻ പറയുന്നത് ഒരു വിദ്യാഭ്യാസ പരിഷ്കരണം വോട്ടിന് വേണ്ടി ചെയ്യേണ്ട ഒന്നാണോന്നാണോ ബാലകൃഷ്ണൻ പറയുന്നത്? ഒരിക്കലും അല്ല. പക്ഷെ അത് ദുരുപയോഗം ചെയ്യുകയാണ് സാർ. അതാണ് ഈ തിട്ടൂരം വന്നത്. അവിടെയാണ് ഈ തിട്ടൂരം കിടക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഞാൻ പച്ച വർഗീയവാദിയാ, ഞാൻ മറ്റു പലരും എന്നെ കുതിരവട്ടത്തൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരെ അല്ല, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സാർ. ശ്രീ ബാലകൃഷ്ണൻ, ഞാൻ പൊതുവേദിയിൽ പല ഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യം, നമ്മളിവിടെ അഭിപ്രായം പറയുമ്പോൾ പറയുന്ന ആളുകളെ അപഹസിക്കുന്ന ഒരു രീതി ശരിയല്ല. ആശയപരമായി നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്കതൊരു വിഷയമല്ല, എനിക്കൊരു എക്സ്ക്യൂസ് അല്ല സാർ. കാരണം അതൊക്കെ അവർക്ക് നേരം വെളുത്തിട്ടില്ല സാർ. അവർക്ക് നേരം വെളുക്കാൻ പോവാണ്. അവർക്ക് നേരം വെളുത്തിട്ടില്ല. അവർ നട്ടപ്പാതിരിയാണ് ഇപ്പോഴും.
കൊട്ടക്കലിലെ തവരകളെ പോലത്തവരാണ് പ്രതികരിക്കുന്നത്. എനിക്കതിലൊരു എക്സ്ക്യൂസും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു നാളെ ഹിന്ദു വിഭാഗം ഒരു തിട്ടൂർ ഇറക്കുകയാണ്. ഞങ്ങൾക്ക് സംസ്കൃതം പഠിക്കാൻ 2 മണിക്കൂർ കാലത്ത് പോകണം, ഞങ്ങൾ 11 മണിക്ക് ഫ്രീ ആവൂ, അതിനുശേഷം കേരളത്തിലെ സ്കൂൾ ചലിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് നടക്കൂല സർ. അത് ഹിന്ദു സമുദായം ഏത് സമുദായം പറഞ്ഞാലും ജനാധിപത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ഒരു സർക്കാർ ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. നമ്മുടെ വിഷയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം. ഇപ്പം ഇടതുപക്ഷം എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷത്തിന്റെ വോട്ട് വേണം. അതവർ കൂടുതലായി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇപ്രാവശ്യം അവർക്ക് കിട്ടുകയും ചെയ്യും. ഏത് ഭൂരിപക്ഷത്തിന്റെ വോട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. 26 അവർ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യും. അത് മറ്റൊരു വശം. അത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല. കാരണം മറ്റൊരു കൂട്ടർ നമ്മുടെ തലക്ക് മുകളിൽ കയറി ബലസുന്നത് കൊണ്ടാണ് അങ്ങനെ വോട്ട് ചെയ്യാൻ ഗതികേട്. ശ്രീ ബാലകൃഷ്ണൻ പറയുന്നത് 2026 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും, അത് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണയുള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത് അല്ലേ? 100%. ശരി, ഞാൻ സാറിനെ വെല്ലുവിളിക്കുന്ന 2026 സൂര്യൻ കിഴക്കൊളിച്ച് 16 അസ്തമിക്കുമെങ്കിൽ കേരളത്തിലൊരു ജനകീയ ജനാധിപത്യ അടിസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കും. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, പ്രസാദ് എന്നോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. പ്രസാദ് കേൾക്കാമോ? പ്രസാദ് കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പയ്യന്നൂരിൽ നിന്നാണ്. പയ്യന്നൂര് നിന്നാണ് പ്രസാദ് വിളിക്കുന്നത്. അപ്പോൾ പ്രസാദ് എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. അല്ലല്ല, വിദ്യാഭ്യാസ മേഖലയായിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ BSc ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞാണ്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മളെ ഒരു സാംസ്കാരികമായിട്ട് ഒരു ഉന്നതിയിൽ, വിദ്യാഭ്യാസപരമായ ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മൾ ഫത്വ ഇറക്കുമ്പോ വളരെയധികം നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. കാരണം ഇപ്പോ റീസെന്റ് ആയിട്ട് അഗ്രഹാര ജയിലില് എന്റെ നാട്ടുകാരൻ അവിടെ ഇങ്ങനെയുള്ള ഒരു മത അനുയായികളെ കൂട്ടുപിടിച്ചിട്ട് കുറച്ച് വിധ്വംസക പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ഈ സാഹചര്യത്തില്, അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് നടക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ബന്ധമുണ്ടോ? കുറച്ച് ആളുകൾ അവരുടെ മദ്രസയിൽ പോയി അവരുടെ പഠനം നടത്തണം, അത് തീവ്രവാദ എന്തിനാണ് എനിക്ക് മനസ്സിലാകാത്ത ഈ പ്രസാദ് നേരത്തെ ഇവരെല്ലാം ഇതിനെ വർഗീയതയും തീവ്രവാദവുമായി മതം എന്നത് എങ്ങനെ അവനവന്റെ മതം പഠിക്കുക അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുക എങ്ങനെയാണ് തീവ്രവാദം? ഞാൻ വർഗീയത പറയുന്നല്ല. മുസ്ലിങ്ങളില് ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളില് ആകർഷകരാകുന്നു. ബാക്കിയെല്ലാം വിദ്യാഭ്യാസവും വിവരവും വെച്ചിട്ടുള്ള പുതിയ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പുതിയൊരു ചക്രവാളത്തില് വിലസുന്ന ആൾക്കാരാണ്. ഇതൊന്നും ബാധകമല്ല. പക്ഷെ ഇവിടെ മനഃപൂർവ്വം ഇങ്ങനെയുള്ള ഒരു ഇതിനെ നമ്മൾ ഇടതുപക്ഷ സർക്കാർ ഇപ്പോ എതിർത്തിട്ടുണ്ട്. അതെന്തുകൊണ്ട് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു ഇത് അടിച്ചേൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ മന്ത്രി ഇപ്പൊ പറഞ്ഞത്. ആരുടെയും തിട്ടൂരം അനുസരിച്ച് ഇവിടെ ഒരു പരിപാടിയും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു നീക്കങ്ങൾ നടത്താൻ പറ്റില്ല എന്ന് ശിവൻകുട്ടി സാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ളവര് അങ്ങനെ പറയുമ്പോ മറ്റുള്ള അവരിൽ കൂടി നമുക്കും കൂടി ഒരു മനസ്സിനകത്ത് എന്തോ ഒരു വർഗീയത വരുവോ ഇല്ലയോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്റെ സുഹൃത്തുക്കളടക്കം മുസ്ലിങ്ങളുണ്ട്. നല്ല എന്താ പറയണ്ടേ, നല്ല സൗഹൃദമാണ് ഇതുവരെ ഉള്ളത്. എന്നെക്കാളും വിശ്വാസമില്ല ആൾക്കാർക്ക് ഗൾഫിൽ വരെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷെ ഈ തിട്ടൂര് ഇറക്കുമ്പോ ഇതിപ്പോ സാറ് നോക്കൂ, ഇപ്പൊ ഗൾഫിൽ പോയിട്ടുണ്ടാവും. ഗൾഫില് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. അവിടെ എല്ലാവരും മിക്സഡ് ആയിട്ട് പോകുന്നുണ്ട്. അതൊരു മുസ്ലിം രാജ്യമാണ്. പല ഇസ്ലാമിക രാജ്യത്തും ഇങ്ങനെ ഇപ്പോ റീസെന്റ് ഏതൊരു കസാക്കിസ്ഥാൻ ആവട്ടും നമ്മുടെ തട്ടമെല്ലാം റദ്ദാക്കിയിട്ടുണ്ട് അവിടെ. പക്ഷെ ഇവിടെ മനഃപൂർവ്വം വിദ്യാർത്ഥികളുടെ ഇടയിൽ വിഷം കുത്തിവെക്കുക എന്നുള്ള ഒരു കുബുദ്ധ ചിന്താഗതിയും കൊണ്ടാണ് ഇങ്ങനെയുള്ള ചുരുക്ക ആൾക്കാർ, എല്ലാവരും പറയുന്നില്ല, ചുരുക്ക ആൾക്കാർ കൂടുതൽ മതം ഉള്ളിലേക്ക് ആവാഹിച്ചിട്ടുള്ള ആൾക്കാർ. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. എന്നോടൊപ്പം നമ്മുടെ ഇതയം മുരളിയുണ്ട്. ഇതയം മുരളി,
നമസ്കാരം. നമസ്കാരം. ഇതേ മുരളിയായിട്ട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് സജീവമായി പോകുന്നുണ്ട്. എങ്ങനെയാണ്? പാർട്ടി ജനതാദൾ, നാഷണൽ ജനതാദളിന്റെ പരിപാടികൾ പിന്നെ ഉണ്ട്. നാഷണൽ ജനതാദളിന്റെ അഭിപ്രായം എന്താണ് ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ സമയത്തെക്കുറിച്ച്? നാഷണൽ ജനതാദളിന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്, നമ്മളൊരു കെ ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് സാറിന് ഓർമ്മയുണ്ടോ? പഴയത് ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരന് ശേഷം ചന്ദ്രശേഖരൻ മരിച്ചുപോയി. ആ ചന്ദ്രശേഖരന് ശേഷം വന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരെല്ലാം വെറും മണ്ടന്മാരാണ്. അങ്ങനെ നമ്മൾ ഒരു മന്ത്രിയെ മണ്ടൻ എന്ന് വിളിക്കാമോ കേരളത്തിന്റെ? അങ്ങനെ പറയാം. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇതേ മുരളിയെ പോലെ ഒരാൾ അങ്ങനെ പറയരുത്. നമ്മുടെ രവീന്ദ്രൻ മാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം, എനിക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടൊന്നും യാതൊരു യോജിപ്പില്ലെങ്കിലും വ്യക്തിപരമായി അദ്ദേഹത്തെ പിന്നെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല എത്രയോ ആളുകൾ അദ്ദേഹത്തിന്റെ മികവിനെ പുറത്തിട്ടുണ്ട്. പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മുൻപുള്ള മന്ത്രി നമ്മുടെ പിന്നെ ദേവി മന്ത്രിയായിട്ടിരുന്നല്ലോ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട്. അന്ന് ഈ വിദ്യാഭ്യാസ വകുപ്പിനെ അന്ന് മുതലാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിനെ നാശകോശമാക്കിയത്. നശിപ്പിച്ചിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിനെ. എം.എ. ബേബിയോ? രണ്ടാം മുണ്ടശ്ശേരി എന്നാണ് അദ്ദേഹത്തെ CPM പറയുന്നത്. അവർ കേൾക്കണ്ട. അദ്ദേഹം ഇരിക്കുമ്പോഴും ഈ 15 മിനിറ്റ് സമയം കൂട്ടണമെന്നും അഭിപ്രായം വന്നപ്പോൾ ഈ സമസ്ത ഒരു അഭിപ്രായം പറഞ്ഞു. അത് അവർക്കുള്ള മദ്രസയിലെ സമയമായിട്ട് പൊരുത്തപ്പെട്ടു പോകത്തില്ല, അതുകൊണ്ട് ആ സമയം മാറ്റണമെന്നൊക്കെ പറഞ്ഞപ്പോ അതുകൊണ്ടാണ് ഞാൻ മണ്ടൻ എന്ന് പറഞ്ഞത്. ആ മണ്ടൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർക്കുള്ള അഭിപ്രായം കേട്ടുകൊണ്ട് അന്ന് ആ സമയ മാറ്റം നടത്താതെ വന്നിരുന്ന അതേ സബ്ജക്ട് തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ വിഷയം. ഇതിന് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പിലെ സമയങ്ങളും സമയക്രമങ്ങളെ കുറിച്ചും മറ്റൊരു തേർഡ് പാർട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു സംഘടനയുടെ അഭിപ്രായം ആരായുമ്പോ അങ്ങനെ ഒരു പ്രത്യേക സമുദായത്തിന്റെ മാത്രം അഭിപ്രായം ആരായുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെയാണെങ്കിൽ അവര് വകുപ്പ് മന്ത്രി അഭിപ്രായം ആരായേണ്ടത് നാഷണൽ ജനതാദളിന്റെ ജില്ലാ സെക്രട്ടറി ഇടയം മുരളിയെ പോലുള്ള അനേകായിരങ്ങൾ ഈ കേരളത്തിലുണ്ട്. വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ എന്തുകൊണ്ട് അവരുടെ അഭിപ്രായം അന്വേഷിക്കുന്നില്ല? എന്താണ് ഇതിനകത്ത് ഒരു പ്രായോഗികമായ വശം? ഇത്ര ഒരു തർക്കം വന്നപ്പോ ഇതേ മുരളിയോ നാഷണൽ ജനതാദളോ ഒരു സർക്കാരിനെ അങ്ങോട്ട് സമീപിച്ചോ? ഇത് ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർദ്ദേശം അങ്ങോട്ട് കൊടുത്തോ? അല്ലെങ്കിൽ ഒരു അപേക്ഷ? അങ്ങനെ ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണ സർക്കാരിനില്ലല്ലോ. ഞാൻ അതിന്റെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരൊന്നും പ്രശസ്തരായിട്ട് പുറത്തറിയപ്പെടുന്നവരല്ല. അവരെന്തെങ്കിലും ഒരു ചെറിയ കേസായിട്ട് ഇങ്ങനെ എടുത്തിടും. എന്തിനാണ്? പ്രക്ഷോഭങ്ങളിലൂടെ, ചർച്ചകളിലൂടെ അവരുടെ പേര് പുറംലോകം അറിയുന്നതിന് വേണ്ടി. അതൊക്കെ എന്റെ അഭിപ്രായം പറഞ്ഞാൽ അതൊക്കെ വെറും നൈമിഷികമായ വിഷയങ്ങളാണ്. ഇത് പെട്ടെന്നങ്ങ് തീരും സാറേ. നിമിഷത്തിനകം, കുറച്ച് ദിവസത്തിനകം ഇതങ്ങ് പോകും. വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് പോകും. അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വരും. ഈ തെറ്റായ ഭാഗങ്ങളെല്ലാം അവർ ക്ലിയർ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. വിദ്യാഭ്യാസ വകുപ്പിനകത്ത് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രവർത്തിക്കുമ്പോൾ അതിനകത്തുള്ള പ്രായോഗിക വശങ്ങളെ കുറിച്ച് അത് അറിഞ്ഞിരിക്കണം. ആ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നേരത്തെ വരുന്ന വിദ്യാഭ്യാസ മന്ത്രി ബേബി ഈ മറ്റുള്ളൊരു ഒരു സമുദായ സംഘടനയുടെ അഭിപ്രായം ആരാഞ്ഞത്. അത് തന്നെ തെറ്റാണ്. സാറ് ചിന്തിച്ചു നോക്കാം. തെറ്റല്ലേ? അതെന്തിനാണ് ഒരു സമുദായ സംഘടനയുടെ അഭിപ്രായം ആരായുന്നത്? സമയത്തിന് സ്കൂൾ ക്രമത്തിനകത്തുള്ള സമയമാറ്റത്തിന് അല്ലെങ്കിൽ 15 മിനിറ്റ് അധികം കൂട്ടുന്നതിന് മറ്റൊരു തേർഡ് പാർട്ടിയുടെ ഒരു സമുദായ സംഘടനയുടെ അഭിപ്രായം ആരായുന്നത് എന്തിനാണ്? വേറെ എത്രയോ ഈ രാജ്യത്ത് വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയാവുന്ന, വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കുറിച്ച് അറിയാവുന്ന പരിചയമുള്ള ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് അവർക്കുള്ള അഭിപ്രായങ്ങൾ ആരാഞ്ഞില്ല? സാർ പറയാം, അതിന് മറുപടി സാർ പറയുന്നു. ഞാൻ പറയാം തെറ്റാണെങ്കിൽ. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്കുള്ള അഭിപ്രായം ആരായുന്നത്? അപ്പൊ അങ്ങ് പറയുന്നത് അങ്ങിപ്പോ ഏതായാലും സർക്കാർ എടുത്ത തീരുമാനത്തെ അനുകൂലിക്കുകയല്ലേ? ഇത് മാറ്റണ്ടെന്നല്ലേ നിലപാട്? അല്ല, ഈ ഇതിന്റെ ഈ 15 മിനിറ്റത്തെ കാര്യം ഞാൻ പറഞ്ഞാൽ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ 15 മിനിറ്റ് കൊണ്ട് ഒരു സ്കൂൾ പീരീഡിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാറേ. ഒരു ടീച്ചർ വന്ന് ക്ലാസ്സിലോട്ട് കയറി അവർക്കുള്ള സബ്ജക്ട് ബോർഡിലോട്ടൊന്ന് എഴുതിയിട്ട് ഡേറ്റ് എഴുതിയിടുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേന് 15 മിനിറ്റ് ക്ലാസ് തീർന്ന്. ഈ 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഈ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഈ മന്ത്രിമാരെ മുൻനിരയിൽ കൊണ്ട് നിർത്തിയപ്പോ
എനിക്ക് ഓർമ്മ വരുന്നത്, സാറ് വിൽബർട്ട് ഓവൻ എന്ന ഇംഗ്ലീഷ് സാഹിത്യകാരന്റെ സെന്റ് ഓഫ് പഠിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് ആ സാഹിത്യകാരൻ്റെ സെന്റ് ഓഫിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. പട്ടാളക്കാർക്കുള്ള കഥയാ പറയുന്നത്. അതിനകത്ത് ഫ്രണ്ട് റോയിൽ അറിയാൻ വയ്യാത്ത ആൾക്കാരെ എല്ലാം കൂടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. ശരി, അല്ല നമുക്ക് ആ വിഷയങ്ങളിൽ നിന്ന് അങ്ങ് മാറുന്നുകൊണ്ടാണ്. ശരി, നമുക്ക് അടുത്ത ഒരു പ്രേക്ഷകൻ ശരി, കൂടി. ശരി. ഏതായാലും അങ്ങ് പറഞ്ഞ കൃത്യമാണ്. ആലപ്പുഴയിൽ നിന്ന് കണ്ണൻ, ശ്രീ കണ്ണൻ, നമസ്തേ സാർ. നമസ്കാരം. സാറിനെ ഒത്തിരി നാളായി കണ്ടിട്ട്, പക്ഷേ ഇപ്പോൾ ഇച്ചിരി ഞാൻ ചെറുതായി ഒന്ന് പനിയൊക്കെ പിടിച്ച് ചെറിയ വിശ്രമം എടുക്കാം എന്ന് ധരിച്ചു. ഏതായാലും താങ്കൾ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഒരു നാവണൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ ഏതായാലും നിരവധി പേരെ അന്ന് അന്വേഷിച്ചു എന്നറിയുന്നതിൽ വലിയ സന്തോഷം. അപ്പോൾ ആളുകൾ നമ്മളെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, നമ്മളെ കാണാതിരിക്കുമ്പോൾ എവിടെ പോയി എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഒത്തിരി എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ അപ്പോൾ ഈ സാറേ, എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, ഇപ്പം നമ്മൾക്കറിയാം, ഇപ്പം നമ്മൾ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു നന്മയ്ക്കോ എതിരല്ല. പക്ഷേ ഈ മതപഠനം കൊണ്ട് ഏതൊരു ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് നന്മയുണ്ടാകണം. നമ്മൾക്കറിയാം, നമ്മളിന്ന് ഇപ്പം ശാസ്ത്രമാണ് ഏറ്റവും നേർവഴി നമ്മൾക്ക് കാട്ടിത്തരുന്നത്. അപ്പൊ ശാസ്ത്രപരമായിട്ടുള്ള പഠനമാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾക്കറിയാം, ഇപ്പം മുമ്പ് ഇപ്പം ഇസ്ലാമിക നിയമപ്രകാരം പണ്ട് ആർക്കും ഫോട്ടോ എടുത്തുകൂടായിരുന്നു. ഫോട്ടോ എടുക്കുന്നവർ ഇസ്ലാം അല്ല എന്ന ഒരു ഇതായിരുന്നു. പക്ഷെ പിന്നീട് മാറി ഒത്തിരി വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം മക്കയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൽ ഫോട്ടോ പതിക്കണം എന്നൊരു നിയമം വന്ന്. അപ്പോൾ ഈ പറഞ്ഞ ഇത് എവിടെ പോയി? ഫോട്ടോ പതിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എടുക്കില്ല, കയറ്റത്തില്ല. അപ്പം നമ്മൾക്കറിയാം, ഇതൊക്കെ നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന ഓരോ നിയമങ്ങളും അല്ലെങ്കിൽ അതിനെതിരെ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ഇതിന്റെ അകത്തൊരു പ്രത്യേക വിങ്ങാ സാറേ, ഈ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോട് കൂടി ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം തീവ്രവാദപരമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഘടനകൾ മൂന്നുപേരും കൂടെ ഒത്തുകൊണ്ടുള്ള പണിയാണ്. ഇപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ ഈ ഒരു മതപഠനം ആ സമയം അവർ പറയുന്ന രീതിയിൽ നിന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പുറകെ നിന്ന് ഇതിൻ്റെതായിട്ടുള്ള ഹിന്ദു സംഘടനകൾ തള്ളിക്കൊണ്ടിരിക്കുക. അവരുടെ പുറകെ ക്രിസ്ത്യൻ കാസയെ പോലുള്ളവരും ഇങ്ങനത്തെ നിങ്ങൾ ചോദിച്ചോ. അപ്പൊ ഇവര് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നാളെ പറയും, കണ്ടോ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് മറ്റുള്ള ഹിന്ദുക്കളെയും ഇളക്കി വിടും. അപ്പം നാളെ ഈ ക്രിസ്ത്യാനികൾ കൊണ്ടുവരും പിന്നെ ഈ പറഞ്ഞ ഹിന്ദു സംഘടനകൾ കൊണ്ടുവരും. അപ്പം നമ്മളുടെ നാടിന്റെ അവസ്ഥ എന്തുവാ സാർ? നമ്മുടെ രാജ്യത്തെന്ന് പറഞ്ഞാൽ നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നാണ്. അത് ശാസ്ത്ര ബോധമുള്ള നല്ല തലമുറയെ, അല്ലാതെ ഇത്തരം മതപഠനങ്ങൾ വിഷം കുത്തിവെച്ച് നമ്മുടെ നാടിനെ നശിപ്പിക്കാനുള്ളതല്ല. ഇതാണ് സാർ എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷ് എന്നോടൊപ്പം ചേരുന്ന കാസർഗോഡ് നിന്നാണ് കാണുന്നത്. സന്തോഷ്, ഇത് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട സന്തോഷുകളാണല്ലോ കാസർഗോഡ് ഉള്ളത്. ഒന്ന് വെള്ളരിക്കുണ്ടിലെയും ഒന്ന് ചെറുവത്തൂരിലെയുമാണ്. ഇത് ചെറുവത്തൂരിലെ സന്തോഷാണ്. യെസ്, നമ്മുടെ വെള്ളരിക്കുണ്ടിലെ സന്തോഷിനെ കാണാനില്ലല്ലോ, അദ്ദേഹം ഇപ്പൊ ഇല്ലേ? കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ചായിരുന്നല്ലോ. വിളിച്ചാ? ഞാൻ കേട്ടില്ല. സാറ് ഒന്നൊരാഴ്ച ആയിട്ടില്ലല്ലോ. ഇതിപ്പോ ഞാനൊരു കുറച്ച് അവധി എടുത്തത് വലിയ ചർച്ചാ വിഷയമാക്കി. എന്തൊക്കെയോ വല്ലാത്ത ഒരു അസുഖം ദീർഘായുസ് നേരുന്നൊക്കെ ഓരോരാൾക്ക് വിളിച്ചു പറഞ്ഞില്ല. സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ഞാൻ അതിനെ വല്ലാതെ എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. കാരണം ആളുകളുടെ പ്രാക്കുള്ളതിനേക്കാൾ നല്ലതല്ലേ ഇത്തരം നല്ല, എനിക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നല്ലതല്ലേ? ഹലോ, കോഴിക്കോടുള്ള പറഞ്ഞു ദീർഘായുസ് നേർന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാര്യത്തിൽ എനിക്ക് പറയുകയാണെങ്കിൽ സർക്കാർ ഇത് നമ്മളൊരു മതേതരത്വ രാജ്യമാണ്. മതങ്ങൾ സൗഹൃദമായി വാഴുന്ന ഒരു കേരളം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരളത്തിൽ അങ്ങനത്തെ ഒരു ഉള്ളതാണ്. അപ്പൊ മതസംഘടനകളുടെ ഇതും കൂടെ അഭിപ്രായം കൂടെ അറിയണം. അറിയണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അറിയണം. കാരണം ഇവർ മതം പഠിക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുകയാണ് അല്ലെ. ക്രിസ്ത്യൻസിനാണെങ്കിൽ അത് ഞായറാഴ്ചയാണ് വേദപാഠ ക്ലാസ്, സൺഡേ സ്കൂൾ. അന്ന് അവർക്ക് അന്ന് സാധാരണ എല്ലാം ലീവാണ്, അന്നാണ് അവർക്ക്. പക്ഷെ ഇവരുടെ നേരത്തെ പതിറ്റാണ്ടുകളായിട്ട് ഇവർക്കുള്ളതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമാണ് മതപഠന ക്ലാസ്. പിന്നെ ഈ ടൈം മാറ്റുമ്പോൾ ഇവർക്ക് വെള്ളിയാഴ്ചകളിലുള്ള നിസ്കാര സമയം അതും മാറും. കാരണം ടൈം അഡ്ജസ്റ്റ് വരുമ്പോഴത്തേക്ക് അവർക്ക് 1 മണിക്ക് നിസ്കാരം ഉള്ളത്, അതിനെ അവർക്ക് ഇതിൽ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഈ ക്ലാസ് കൂടുതൽ കിട്ടാനാണല്ലോ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഇന്നലെ കാണിച്ചു കൂട്ടിയ പേക്കുത്തെന്താണ്
ഒരു ദിവസം മൊത്തം പോയി. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം മൊത്തം പോയില്ലേ? ഇല്ലേ? ഈ ഒരു ദിവസമാണ് പോകുന്നത് സമരത്തിലൂടെ. അങ്ങനെ വരുമ്പോ ഈ മതപഠനത്തിന്റെ പേരിൽ തീവ്രവാദമാണ് അതാണ് ഇതെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. എന്റെ കാഴ്ചപ്പാട് അതാണ്. കാരണം വർഷങ്ങളായിട്ടുള്ളതാണ്. നമ്മളെ സൗഹാർദ്ദത്തിൽ വളരണ്ട. ഇപ്പൊ ഏതെങ്കിലും ഹിന്ദു സംഘടനയോ ക്രിസ്ത്യൻ സംഘടനയോ പറഞ്ഞായിരുന്നു ടൈം അഡ്ജസ്റ്റ് ചെയ്യണം? ഇല്ലല്ലോ. അപ്പൊ ശരിക്കും സന്തോഷ് പറയുന്നത് ഈ ക്ലാസ് മുടക്കാതെ ഉള്ള സമര പരിപാടികളെ കുറിച്ച് വിദ്യാർത്ഥി സംഘടനകൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ? അതിക്രമിച്ചു. കാരണം ഇന്നലെ ഒരു ദിവസം മുഴുവൻ പോയി, കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം മൊത്തം പോയി. അതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഠിപ്പ് മുടക്കി വീട്ടിലെത്തിയ മകനോട് ചോദിച്ചു ഞാൻ എന്തിനാണെന്ന് സമരം എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഇത് അറിയില്ല. എന്താണ് അറിയില്ല. അത് ഇപ്പൊ അത് എപ്പോ തൊട്ടാണ് തുടങ്ങിയെന്ന് വെച്ചാൽ ഈ DPP സമ്പ്രദായം തുടങ്ങിയ അന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് സാറേ. കാരണം സമരം അവിടെ എത്തുമ്പോ സമരമാണ്. എന്നാ വിളിച്ചേക്കാം. എന്താണ്, ഏതാണ്, ആരാണ്, എന്തിനാണ് എന്ന് ഒരു പിടുത്തവും ഇല്ല. വീട്ടിൽ വരുമ്പോ ഞങ്ങൾ പറയുമ്പോഴാണ് ഇന്നാണ് സമരം. അതെ, അവർക്ക് ക്ലാസ് വിടണമെന്നേ ഉള്ളൂ. ഇപ്പൊ പ്രതിഷേധം ആവാം, പ്രതിഷേധം കഴിഞ്ഞ് ആ ക്ലാസ് വിടണം. ഇന്നലെ എത്ര 5-6 മണിക്കൂർ പോയില്ലേ? അത്ര ടൈം പോയില്ല. ഈ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയും പോയി. അപ്പൊ ഈ മണിക്കൂർ കിട്ടുന്ന, നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ മണിക്കൂർ കിട്ടുന്ന മണിക്കൂറിൽ ഒന്നും ചെയ്യാനോ. അപ്പൊ മതസംഘടനകളുടെ ഇത് കേൾക്കാം. കാരണം അവർ വർഷങ്ങളായിട്ടുള്ളത്, അവർ മതവും കൂടെ വേണം, ശാസ്ത്രം മാത്രമല്ല. മതം കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ സ്വഭാവ രീതികരണം എല്ലാം വരുള്ളൂ. അല്ലാതെ സ്നേഹവും ഇതൊക്കെ കിട്ടണമെങ്കിൽ മതത്തിന്റെയും കൂടെ പഠനങ്ങളും കൂടി ഉണ്ടാവുള്ളൂ. നാളെ ഇപ്പം ഹിന്ദു സംഘടനകൾ ഏതെങ്കിലും ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഗവൺമെന്റ് ഉത്തരവിറക്കുവാണെങ്കിൽ ഈ ഹിന്ദു സംഘടന നിൽക്കുവോ? ഇല്ല, ഒരു സംഘടന നിൽക്കൂല. കാരണം ഇവർക്ക് മാത്രമേ, മുസ്ലിംസിന്റെ ഇത് മാത്രമേ ഈ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം മത പഠനമുള്ളൂ. ബാക്കിയുള്ള ക്രിസ്ത്യൻസിനൊക്കെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അതുകൂടെ ശ്രദ്ധിക്കണം. ഇതൊരു നമ്മൾ വെറുതെ വർഗീയതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി CPM എല്ലാത്തിനും മിത്താണല്ലോ. ഒന്നുമില്ല, ഇവങ്ങളൊന്നുമില്ലാത്ത മിത്ത് എന്ന് പറയുന്ന ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഇതാണ്. മതങ്ങളില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അപ്പൊ അങ്ങനെയുള്ളവർ ഇതൊക്കെ എടുത്തിടും എന്നാണ് എന്റെ കാഴ്ചപ്പാട്. കുറെ ദിവസങ്ങൾക്ക് ശേഷം സന്തോഷമായി സംസാരിക്കാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. സൂപ്പി നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, വെള്ളമുണ്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. സൂപ്പി, നമസ്കാരം സാർ. ഈ സൂപ്പിയുടെ ഒരു അഭിപ്രായം എന്താണ്? നമസ്കാരം സൂപ്പി. ഞാൻ ഇന്നലെ അന്വേഷിച്ചു, കിരണോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് മനു സാറ് പനി പിടിച്ചുകൊണ്ടാണ്, വിശ്രമമാണ് എന്നൊക്കെ പറയും. അത് മനു കിരൺ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു പലരും എല്ലാവരും അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഓരോരുത്തരായിട്ട് പേരെടുത്ത് അനുമോദിക്കാതെ ഇരിക്കുകയാണ്. ഏതായാലും എല്ലാവരും എന്നെ അന്വേഷിച്ച്, പ്രത്യേകിച്ച് സൂപ്പി അന്വേഷിച്ചു വന്നതിൽ വളരെയധികം സന്തോഷം. കാരണം ഞാൻ ഇങ്ങനെ തിരുവനന്തപുരത്ത് നിൽക്കുന്നു, അപ്പോൾ കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരാൾ നമ്മളെ അന്വേഷിക്കുമ്പോൾ വല്ലാത്തൊരു സ്നേഹമാണ് നമ്മുടെ, അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അന്വേഷണം മാത്രമല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. നമ്മളെ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്, പ്രാർത്ഥനയിൽ ഇതുണ്ടെന്നല്ലേ. അതെ, അത് എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന ഒരു വലിയ ഒരു ആത്മവിശ്വാസം കൂടിയാണ് എനിക്ക് നൽകുന്നത്. അപ്പോൾ പല ആളുകളും എനിക്ക് ആരോഗ്യ ദൈർഘ്യമൊക്കെ നേരുന്നു, ചിലർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ആ സ്നേഹത്തിന് അങ്ങേയറ്റത്തെ നന്ദി ഞാൻ അങ്ങോട്ടും അറിയിക്കുകയാണ്. 1000 നന്ദി അങ്ങോട്ടും. പിന്നെ എന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് മതപരമായിട്ട് പറയുകയാണെങ്കിൽ മദ്രസ പഠനം മുമ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോൾ നടന്നിട്ട് മറ്റേ ഭൗതിക വിദ്യാഭ്യാസവും നടന്നിട്ടുണ്ട്. അതേപോലത്തെ തന്നെ തുടർന്ന് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം മതപരമായിട്ട് വേറെ വിഷയങ്ങളൊന്നും ഇല്ല. അതിൽ തീവ്രവാദങ്ങളോ, കുട്ടികൾ പഠിക്കുന്ന നിസ്കാരത്തിൽ അംഗശുദ്ധി വരുത്തുന്ന കാര്യങ്ങളും, കുട്ടികൾ ഏത് രീതിയിൽ നടക്കണം, നിസ്കരിക്കണം, അതൊക്കെ നോമ്പ് നോക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. വേറെ മറ്റേ അന്യമതസ്ഥരെ ദ്രോഹിക്കണമെന്നോ അങ്ങനത്തെ ഒന്നും ഒരു മതപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മതപരമായിട്ട് ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ നില തന്നെ തുടരണമെന്നാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ്. ഏതായാലും അതാണ് സൂപ്പി വെള്ളമുണ്ടക്കിയുടെ അഭിപ്രായം. അദ്ദേഹം നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകരാണ്. മിനി എന്നൊരു ടീച്ചർ, ശ്രീമതി മിനി കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ടീച്ചറാണോ? എൻ്റെ നമ്മുടെ പൊതുവേദിയിലേക്ക് മിനി എന്നൊരു ടീച്ചർ വിളിക്കാറുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്നാണ് പക്ഷേ അവർ വിളിച്ചിരുന്നത്. ഞാൻ പേര് പെട്ടെന്ന് കണ്ടപ്പോൾ മിനി നമ്മുടെ ടീച്ചറാണോ എന്ന് വിചാരിച്ചു. ഓക്കെ. ഏതായാലും ശ്രീമതി മിനി, ഈ സമയം കുറച്ച് അവർക്ക് മദ്രസ പഠനത്തിന് കൂടി പറ്റുന്ന തരത്തിലാക്കി കൊടുത്താൽ അത് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ, നമ്മളെ പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും എല്ലാ കുട്ടികളും വന്നു ചേരുന്ന ഒരു
സ്ഥലമാണ് വിദ്യാഭ്യാസ മേഖല. അപ്പൊ അത്തരം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം പരിഗണന കൊടുക്കുമ്പം മറ്റുള്ളവർ വെറുതെ കാഴ്ചക്കാരായി നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോ അവർക്ക് നോക്കാം, അവരുടെ മതപഠനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം അവരുടെ കാര്യമാണ്. അത് മറ്റു മതവിഭാഗങ്ങളിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല, അല്ലേ? അല്ല, പക്ഷെ അത് അവര് അടിച്ചേൽപ്പിക്കുന്നില്ല, അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ടൈം കൊടുക്കുമ്പോൾ ആ ടൈം ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും എല്ലാരെയും ബാധിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ, അത് തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. മറ്റു മതസ്ഥർ ഇതിനു വേണ്ടി നമ്മൾ അതിലേക്ക് ചേരുക, അല്ലെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു സംവിധാനമാണ് മുമ്പോട്ട് പോകുന്നത്. മതപഠനം അവരുടെ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം അതിൽ നമുക്കൊരു പങ്കുമില്ല, നമുക്കൊരു ഉയർച്ചയില്ല, നമുക്കൊരു നേട്ടവും ഇല്ല. അവരുടെ മതം അവരുടെ ആവശ്യമാണ് ആണല്ലോ. ഈ മതപഠനം കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും നേട്ടമോ നന്മയോ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി എന്തും അഡ്ജസ്റ്റ് ചെയ്യാം. സാങ്കേതിക രംഗത്തോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പുരോഗതിക്കോ രാജ്യത്തിന്റെ നേട്ടങ്ങൾക്കോ ഈ മതപഠനം ഉപയോഗപ്പെടുന്നുണ്ട്. നേരെ മറിച്ച് ഇന്ന് മത തീവ്രവാദങ്ങൾ പെരുകുന്ന, എപ്പോഴും പറയാം തീവ്രവാദം ഒരു പ്രത്യേക തീവ്രവാദത്തിന് മതമില്ലാന്ന് ഈ നിങ്ങളുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഈ മതപണ്ഡിതന്മാരായാലും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരായാലും വന്നിരുന്ന് പറയുന്നത് എന്താണ്? ഈ തീവ്രവാദത്തിന് മതമില്ല, അല്ലെ ശരിയായ ഒരു ഇസ്ലാം തീവ്രവാദം നടത്തുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, തീവ്രവാദ സംഘടനകളൊക്കെ ഏതിൽപ്പെട്ടതാണ്? എന്തെങ്കിലും ഹിന്ദു സംഘടനയിൽപ്പെട്ടാണോ? ഏതെങ്കിലും ക്രിസ്ത്യൻ സംഘടനയിൽപ്പെട്ടാണോ? അല്ല. തീവ്രവാദത്തെ ഇങ്ങനെ വളർത്തിയെടുക്കുന്ന ഈ കേരളത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്? ഈ തീവ്രവാദത്തിലേക്ക് വഴിവെക്കുന്ന മതപഠനം സമാധാനം. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. 1-2 പേർ തീവ്രവാദികളായി അല്ലെങ്കിൽ 10 പേർ തീവ്രവാദികളായി എന്നുള്ളതുകൊണ്ട് അത് മതപഠനത്തിൻ്റെ പ്രശ്നമാണെന്ന്. കേരളത്തിൽ നൂറുകണക്കിന് മനുഷ്യരെ നന്മയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സഹാനുഭൂതിയുടെ വഴികളിലേക്ക് നയിക്കാൻ മതം പഠിപ്പിച്ചിട്ടില്ല. എത്രയോ ആളുകൾ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വലിയ വിഭാഗം സാധാരണ മനുഷ്യരുടെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുമ്പോൾ അവരെ അതിന് പ്രചോദിപ്പിക്കുന്നത് മതമല്ലേ? സ്നേഹവും കാരുണ്യവും ഒക്കെ കൊണ്ട് സമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് എത്രയോ ആളുകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നില്ലേ? അതിൻ്റെ അവർക്ക് ഊർജ്ജമായി നിൽക്കുന്നത് മതമല്ലേ? തെറ്റു ചെയ്യരുതെന്ന് ഒരിക്കൽ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ താൻ തെറ്റു ചെയ്യാതിരിക്കുമ്പോൾ അതാരോ നോക്കുന്നുണ്ട് എന്ന് കാണുന്നത്, പഠിപ്പിക്കുന്നത് ഒരു മതമല്ലേ? അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ മൂല്യങ്ങളെ, മതം എന്ന ആചാരങ്ങൾക്കപ്പുറത്ത് മൂല്യങ്ങളെ സൃഷ്ടിക്കുന്നതിൽ മതം വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ? ഞാൻ വെറുതെ ചോദിച്ചു. മതം ആണോ അത്? നമ്മളെ ധാർമ്മികതയോ അതിന് മതം എന്ന് പേരിടാവോ സാർ? നമ്മളെ ഈ പ്രപഞ്ചത്തിൽ, ഈ സമൂഹത്തിൽ ജീവിക്കാൻ നമ്മൾ പാലിക്കേണ്ട നിയമ ഘടകങ്ങളാണല്ലോ ധാർമ്മികത. മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക, മറ്റൊരാളോട് കാരുണ്യം കാണിക്കുക, മറ്റ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരോടും സഹിഷ്ണുതയോടെ പെരുമാറുക. ഇതിന് മതം എന്ന് വിളിക്കാവോ എന്ന് എനിക്കറിയില്ല. ഒറ്റ പേരിൽ മതം എന്ന് വിളിക്കാവോ എന്നറിയില്ല. ഈ പ്രപഞ്ചവുമായി ഇണങ്ങിച്ചേർന്ന സകല ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച ഒരു ധാർമ്മിക വ്യവസ്ഥ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ഊർജം എന്തോന്ന് ഇവിടെ ഉണ്ടെന്നല്ലാതെ അതിനൊരു മതം, ഒരു മതത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെ ഈ മതത്തിൽ ഒരു നന്മയുണ്ട്, ഈ മതത്തിൽ പറയുന്ന അതൊന്നല്ല. മനുഷ്യത്വവും ധാർമ്മികതയല്ലേ നമ്മളെ നല്ല കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്? അല്ലെങ്കിൽ സ്കൂളുകളിലെ വിദ്യാഭ്യാസം മാത്രം മതി, മതപഠനം ആവശ്യമില്ല എന്നാണ് ശ്രീമതി മിനി കരുതുന്നത്, അല്ലേ? അല്ല, മതപഠനം ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. മതം നമ്മുടെ ഒരു സംസ്കാരത്തിനോ സമൂഹത്തിൽ ജീവിക്കേണ്ട അച്ചടക്കം പാലിച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു സംസ്കാരം. എന്റെ ഒരു വിശ്വാസം മറ്റൊരാൾക്ക്, എന്റെ വിശ്വാസം എന്റെ ആത്മവിശ്വാസം തരുന്നതാണ്. ഞാൻ ഒരു ഗണപതിയെയോ അല്ലെ സരസ്വതിയെയോ അല്ലെ ശ്രീകൃഷ്ണനെയോ ഞാൻ പൂജിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ആത്മവിശ്വാസമാണ്, എന്റെ അവകാശമാണ്, എന്റെ ധാർമ്മികതയാണ്. അതൊരു മറ്റൊരാളിലേക്ക് ഞാൻ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ശ്രീമതി മിനിയോട് ഒരു ചെറിയ സംശയം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം ഇന്നലെ ഒരു പ്രേക്ഷകൻ പറഞ്ഞാണ് വിദ്യാഭ്യാസ പണിമുടക്ക്. അപ്പോൾ ഒരു വിഭാഗം രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പണിമുടക്കാൻ തോന്നിയതുകൊണ്ട് അവർ എല്ലാവരെയും പഠിക്കാൻ അനുവദിച്ചില്ല. അതിനോട് ശ്രീമതി മിനിയുടെ പ്രതികരണം എന്താണ്? എന്റെ പ്രതികരണം, ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഈ രാഷ്ട്രീയവും വിദ്യാഭ്യാസവും കൂട്ടിക്കലർത്തുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടൈമാണ് നഷ്ടപ്പെടുത്തുന്നത്, അല്ലെ? നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് നമ്മളൊരു പ്രതീക്ഷയോടെ, നമ്മളെ കുട്ടി പഠിക്കണം,
അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി വളരണം, അല്ലെങ്കിൽ അച്ചടക്കം ഉണ്ടാവണം, ഡിസിപ്ലിൻ ഉണ്ടാവണം, നല്ലൊരു വ്യക്തിയായി വളരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത്. അവിടുത്തെ അന്തരീക്ഷം ഇന്ന് വളരെ കലുഷിതമാണ്. ഇന്ന് പണ്ടുള്ളത് പോലെ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ അക്രമങ്ങളാണ് സ്കൂളുകളിൽ നടമാടുന്നത്. അപ്പൊ ഇത്തരം ഇതിനെ തടയിടണമെങ്കിൽ ഈ ഇത്തരം സമരങ്ങളോ പണിമുടക്കോ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. അതിന് വിദ്യാഭ്യാസ വകുപ്പ് കർശനമായ നിയമ നടപടികൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ തെരുവോരങ്ങളിൽ തല്ലുകൂടി ഈ രാഷ്ട്രീയത്തിന് വേണ്ടി സ്കൂളുകളിൽ പരസ്പരം വെട്ടിയും കുത്തിയും മരണപ്പെട്ടില്ലേ ഇപ്പൊ? അപ്പൊ ഈ രാഷ്ട്രീയം, ഇത്തരം അക്രമ രാഷ്ട്രീയം നമ്മളുടെ പിഞ്ചു കുട്ടികൾക്ക് പക്വത എത്തുന്നതിന് മുമ്പേ ആവശ്യമുണ്ടോ എന്ന ചർച്ച തന്നെ വളരെ പ്രസക്തമാണ്. ശ്രീമതി മിനി ഏത് മേഖലയിലാണ് ജോലി ചെയ്യാണോ അതോ ഹൗസ് വൈഫാണോ? ഞാൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ എന്റെ മകനോട് പറഞ്ഞു കൊടുത്തത്, എന്റെ മകൻ 8ാം ക്ലാസ് പഠിക്കുന്ന മകനാണ് എനിക്ക്. അവൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവനോട് ഞാൻ പറഞ്ഞത് എന്റെ രാഷ്ട്രീയം ഒരിക്കലും ഞാൻ അവനിൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. പലരും ചെയ്യുന്നത് അതാണ്. പിതാവിന്റെയോ മാതാവിന്റെയോ വീട്ടിലെയോ രാഷ്ട്രീയ പശ്ചാത്തലം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഒരു കുട്ടി വ്യക്തിത്വം എന്ന് പറയുന്നത് അവന് കുറച്ചൊരു പക്വത എത്തിയതിനു ശേഷം തീരുമാനം എടുക്കേണ്ടതാണ് രാഷ്ട്രീയം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ശ്രീമതി മിനി ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ മിനിയുടെ ഒരു ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ കൃത്യതയാർന്ന ഒരു നിലപാടാണ് ശ്രീമതി മിനിക്കുള്ളത്. അപ്പോൾ ഞാനത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വന്നതാണോ എന്ന് ആദ്യം സംശയിച്ചു. പക്ഷേ അങ്ങനെയല്ലെന്ന് മനസ്സിലായി. ഇത് മിനി കുറേ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചിന്തിക്കുകയും കുറേ കൂടെ സ്വതന്ത്രമായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്ന് ഇപ്പോൾ ഉത്തരത്തിൽ നിന്ന് വളരെ കൃത്യമാണ്. അത് ചിലർക്ക് അതിനോട് യോജിക്കാം, വിയോജിക്കാം, അതിൻ്റെയൊക്കെ അപ്പുറത്ത്. അപ്പോൾ താങ്ക് യു. കാരണം ഞാൻ എന്റെ മകനോട് പറഞ്ഞ നിന്റെ സഹപ്രവർത്തകരെല്ലാം നിന്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളെല്ലാം നിന്റെ സഹോദരന്മാരാണ്. അവർക്കൊരു വിഷമം ഉണ്ടാവുമ്പോ അവരുടെ കൂടെ നിൽക്കണം, അവർക്ക് സഹായം ചെയ്യണം. അവരാരെന്നോ എന്തെന്നോ ഏത് മതമോ ജാതിയോ ഒന്നും നീ നോക്കേണ്ടതില്ല. നിങ്ങളിപ്പോ സ്കൂളിൽ പഠിക്കേണ്ടത് സാഹോദര്യവും ഒത്തൊരുമയും ഒരുമിച്ച് നിന്ന് എന്തൊക്കെ നേടാമെന്നും എന്തൊക്കെ പഠിച്ചെടുക്കാമെന്നുമാണ് നിങ്ങളിപ്പോ നോക്കേണ്ടത്. അതിലപ്പുറം ഒരു വിഷയം ഇപ്പൊ നിങ്ങളെ ബാധിക്കുന്നില്ല. അത് പക്വത എത്തിയതിനു ശേഷം രാഷ്ട്രീയം നിനക്കാവാം, നിനക്ക് നിരീക്ഷിക്കാം എന്താണ് നല്ലത്, എന്താണ് പുരോഗതിയിലേക്ക് നയിക്കുന്നത്, എന്താണ് നാടിനെ നന്മയിലേക്ക് നയിക്കുന്നത്. അതിന്റെ പക്ഷത്ത് നിനക്ക് ചേരാം. ഞാൻ അങ്ങനെയാണ്. സത്യത്തിൽ മിനിയുടെ പ്രതികരണം വളരെ കൃത്യമാണ്, അഭിനന്ദനാർഹമാണ്. പൊതുബോധമുള്ള ഒരു ഇന്ത്യൻ പൗരൻ്റെ ഒരു നിലപാട് കൂടിയാണത്. സ്ത്രീയുടെ നിലപാടാണ്, ഒരു വീട്ടമ്മയുടെ എന്നതിനപ്പുറത്തേക്ക് അത് പൗരബോധമുള്ള ഒരു വ്യക്തിയുടെ കൂടി നിലപാടാണ്. ഏതായാലും വളരെ നന്ദി, സന്തോഷം. നല്ലൊരു പ്രതികരണം പൊതുവേദിയിൽ ശ്രീമതി മിനി നടത്തി. അത് ഒരുപക്ഷെ പലർക്കും കൃത്യമായി മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായി പറയുകയും ചെയ്തു. ഓക്കെ, വ്യക്തമാണ് ശ്രീമതി മിനിയുടെ പ്രതികരണം. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്ന അബൂബക്കറാണ്, വയനാട്ടിൽ നിന്നാണ്. ശ്രീ അബൂബക്കർ, വയനാട്ടിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പിണങ്ങോട്. ഓക്കെ, അത് ശരി. അബൂബക്കർ എന്ത് ചെയ്യുന്നു? ഞാൻ കൃഷിപ്പണിയാണ്, കൃഷിക്കാരനാണ്. അപ്പോൾ ഈ അങ്ങേക്ക് എന്ത് തോന്നുന്നു, കുട്ടികൾ സ്കൂളിൽ ഇങ്ങനെ സമയത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രയാസം, സ്കൂൾ സമയം മാറ്റിയതിനുള്ള പ്രയാസം, അത് മതപഠനത്തെ ബാധിക്കുമെന്ന് പറയുന്നത് എത്ര കണ്ട് ശരിയാണ് ശ്രീ അബൂബക്കർ? ഞാൻ അതിനെപ്പറ്റി ഒരു കാര്യം പറയാം. ഈ സ്കൂളിന്റെ സമയം ഇത് മുൻകാലങ്ങളിൽ എപ്പോഴാണോ അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൂടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതുപോലെ മറ്റുള്ള പ്രസ്ഥാനങ്ങളും മദ്രസ സംവിധാനം കൊണ്ടുവന്നത്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ 1-2 പ്രേക്ഷകരുടെ 1-2 അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിരുന്നു. ഞാൻ പറഞ്ഞത്, ഒരു മദ്രസ സംവിധാനത്തില് ഒരു കുട്ടിയെ 5 വയസ്സാകുമ്പോൾ ആ കുട്ടിയെ മദ്രസയിൽ ചേർക്കുമ്പോൾ ആ കുട്ടിയെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഞാൻ എന്റെ ഒരു വിശ്വാസത്തിൽ ഒരു മതങ്ങളും തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. ഒരു മതങ്ങളും തീവ്രവാദം പഠിപ്പിക്കുക, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, വിശ്വാസികൾ. ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യം ജനാധിപത്യ മതേതര രാജ്യമാണ്. ഏതെല്ലാം മതങ്ങളുണ്ടോ ആ മതങ്ങളിലെ ആളുകൾക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ആ പ്രമാണങ്ങൾ അനുസരിച്ച് സമൂഹത്തിൽ ജീവിക്കാനുള്ള. ഇപ്പൊ ഇസ്ലാമികപരമായിട്ടാണെങ്കിൽ എന്നോട് പറയണം, അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ട് എന്നെ പഠിപ്പിക്കണേ, നീ നിന്റെ അയൽവാസിയെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. അവിടെ അയൽവാസി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടില്ല, ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള ജാതിക്കാരെന്ന് പറഞ്ഞിട്ടില്ല. അവരെ സംരക്ഷിക്കണം, എന്റെ ബാധ്യതയാണത്. എന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചെങ്കിൽ ഞാൻ കുറ്റക്കാരാണ്. അതാണ് എന്നെ പഠിപ്പിക്കുന്നത്. അത് അയൽവാസികൾ ഏതോ വിഭാഗം ആയിക്കോട്ടെ. ഈ മദ്രസ സംവിധാനത്തിന്റെ ഇപ്പൊ രാവിലെയാണ് ഞാൻ കൂടുതൽ സ്ഥലത്തും രാവിലെയാണല്ലോ, അതുപോലെ വൈകുന്നേരങ്ങളുണ്ട്.
അപ്പൊ സ്കൂളിന്റെ സമയത്ത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൂടെയാണ് മദ്രസ സംവിധാനം ഇതിനു മുമ്പൊക്കെ ക്രമീകരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് കടമെടുക്കുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊരു പോരായ്മയാണ്. മതപഠനം എന്ന് പറഞ്ഞാൽ ഏത് മതത്തിലും മതപഠനം അനിവാര്യമാണ്. അല്ല, പക്ഷേ ഇപ്പൊ ഈ 11,100 മണിക്കൂർ ആക്കണം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നു, മുഴുവൻ അധ്യയനം അല്ലെങ്കിൽ ബോധന മണിക്കൂറുകൾ. അതുപോലെ 220-ലധികം ക്ലാസ്സുകൾ വേണം എന്ന് അവർ കാണുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇത് തടസ്സമാകുമോ ശ്രീ അബൂബക്കർ? അല്ല, തടസ്സം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ രാവിലെയുള്ള ഒരു അല്പസമയം കവർന്നെടുക്കുന്നത്, അതുകൂടാതെ അതിനനുസരിച്ച് ഇപ്പം ശനിയാഴ്ചകളിലും മറ്റുള്ള ഒഴിവുള്ള 2ാം ശനി അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഇപ്പൊ അടുത്തറിയാം, അപ്പൊ വിദ്യാഭ്യാസ ബന്ധവും ഹർത്താലായിട്ടും അതുപോലെ തന്നെ പ്രളയത്തിന്റെ പേരിൽ ഒരു മഴ വരുമ്പോൾ അപ്പൊ തന്നെ സ്കൂളുകൾ ലീവാക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ലീവുകളൊക്കെ പരമാവധി ശ്രദ്ധിച്ച് ക്രമീകരിച്ച് വേണം നമുക്ക് ചെയ്യാൻ. ഇപ്പൊ വയനാട് ജില്ലയിലൊക്കെ അറിയാന്ന് വെച്ചാൽ രാവിലെ ഒരു 6-6:30 മദ്രസ തുടങ്ങുന്നത്, ഒരു 9-9:30 ആകുമ്പോഴത്തേന് മദ്രസ വിടും. അത്രയും സമയമുള്ളൂ. അതിൽ നിന്ന് സമയങ്ങൾ പോകുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് വരിക. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഇപ്പം തന്നെ ഇതിന്റെ തൊട്ട് മുമ്പുള്ള പ്രേക്ഷക പറഞ്ഞു രാഷ്ട്രീയം പാടില്ല. നമ്മളൊരു രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാന്ന് ആ കുട്ടി ചെറുപ്പം മുതൽ പഠിച്ചു വരണം. രാഷ്ട്രീയം അത് ഇന്ന രാഷ്ട്രീയം എന്നല്ല, ഏതൊരു വ്യക്തികളും. പക്ഷെ അത് രാഷ്ട്രീയക്കാര് എന്താക്കണം, ആ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എന്റെ ചെറിയൊരു അഭിപ്രായത്തിൽ വെച്ചാല് ലഹരിക്കെതിരെ സർക്കാർ വരെ ബോധവൽക്കരണത്തിലപ്പം ലഹരി അത്ര കൊടുങ്കൊമ്പിച്ചുകൊണ്ടിരിക്കുക. ലഹരി MDMA എന്താണോ നമുക്ക് പേരറിയാത്ത സ്റ്റാമ്പ് പോലത്തെ സാധനങ്ങൾ മുട്ടിന് അല്ല, അത് പോട്ടെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഇത് സ്കൂളുകൾ സമയം മാറ്റാതിരുന്നാൽ, മദ്രസകൾക്ക് സമയം മാറ്റിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ അബൂബക്കർ? അങ്ങ് ഇത് വിശദമായി പഠിച്ച ഒരാളായതുകൊണ്ട് ഞാൻ, അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരാളാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്ന അങ്ങനെയല്ല. സ്കൂളുകളുടെ ഇപ്പൊ ഈ ഒരു സ്കൂളുകളുടെ സമയം മറ്റൊരു മദ്രസന് തടസ്സമില്ലാതെ തന്നെയാണ് ഇപ്പോഴുള്ള സമയം കൊണ്ടുപോകുന്ന മദ്രസകൾ. പക്ഷെ സമയം കൂട്ടണമല്ലോ, മണിക്കൂർ 1,100 മണിക്കൂർ ആക്കണം. മദ്രസ സംവിധാനം 1,100 മണിക്ക് അതിനുള്ള സംവിധാനം സർക്കാർ ആലോചിക്കും. എല്ലാ വൈകുന്നേരം കുറെ കൂടെ കൂട്ടിയാൽ മതി എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? ഇതിനുള്ള സംവിധാനം അവരുമായിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കണം. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഒറ്റയടിക്ക് സർക്കാർ തീരുമാനം എടുക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞു സമസ്യയായിട്ട് പറ്റില്ല, സമസ്യയായിട്ട് ആലോചിക്കില്ല. വിദ്യാഭ്യാസ മന്ത്രി അല്ലെ അവരുടെ പാർട്ടിക്കാർ സമരം നടത്തുമ്പോൾ അതെന്തിനാന്ന് ആലോചിക്കുന്നുണ്ടോ? അപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് ഹർത്താൽ നടത്തിയ കുട്ടികളോട് ചോദിച്ചു എന്തിനാ, കുട്ടികൾക്ക് അറിയില്ല, എന്തിനാന്ന് പോലും അറിയില്ല. അത് ഞാൻ എന്റെ കാര്യം പറയുമ്പോൾ മറ്റൊരാൾ കാര്യം പറയണം. അങ്ങനെയല്ല വേണ്ടത്. സമൂഹത്തിലെ മുഴുവൻ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാവാം, പ്രതിപക്ഷത്തെ ഉണ്ടാവാം, മതസംഘടനയുടെ എല്ലാവരെയും വിളിച്ചിരുത്തി ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയണം. എന്നാലേ ജനാധിപത്യവും മതേതരത്വവും രാജ്യത്ത് നടപ്പിൽ അതിവിടെ കഴിഞ്ഞില്ല എന്നുള്ള ആരോപണമാണ് അങ്ങ് ഉന്നയിക്കുന്നത്. ഇവിടെ അത് ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ വിളിക്കും, അല്ലാത്തവരെ വിളിക്കൂല. അതാണ് സർക്കാർ ഇപ്പം 100% ചെയ്യുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം കൃത്യമായി. അതാണ് വളരെ നന്ദി ശ്രീ അബൂബക്കർ. അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. ദാസൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദാസൻ, അങ്ങ് ദയവായി എന്നോട് ക്ഷമിക്കണം. കാരണം കുറച്ച് സമയം അബൂബക്കറുമായിട്ട് എനിക്ക് സംസാരിക്കാൻ, അദ്ദേഹം ഈ മതപഠനത്തെ പറ്റി കുറെ കൂടെ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുത്തതാണ്. ശ്രീ ദാസൻ എന്നെ അന്വേഷിച്ചു എന്നറിഞ്ഞു, വളരെ സന്തോഷം. ഞാൻ പനി പിടിച്ച് കിടപ്പിലായപ്പോഴൊക്കെ ശ്രീ ദാസൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, ഇടയ്ക്ക് എന്നോട് ദേഷ്യപ്പെടും, എന്നാലും ആ സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. മനു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. മനുവോട് വർത്താൻ പറയാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ മനു കുറച്ചു മുമ്പ് വിളിച്ച സഹോദരി മിനി അല്ലെ, ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്നവര്. അവരെ നമ്മൾ ഓരോ കേസിനും പഠിക്കണം. അവരെ പറഞ്ഞ വാക്കുകൾ ഇനി ഞാൻ പറയാം. പിന്നെ മതപഠനവും നിങ്ങളെ ഓരോ സ്വന്തം കാര്യങ്ങളാണ്. മതപഠനം നമുക്ക് നാട്ടുകാരുടെ മറ്റുള്ളവർക്ക് ബാധ്യതയാകാൻ പാടില്ല. നിങ്ങൾ മതം പഠിക്കണമെങ്കിൽ രാത്രി 12 മണിക്കോ 3 മണിക്കോ 4 മണിക്കോ എനിക്ക് പഠിച്ചോ, അത് വേറെ കാര്യമോ. വിദ്യാഭ്യാസം വേറെ. ഇപ്പോ ഈ KER തന്നെ കേരള എഡ്യൂക്കേഷൻ റൂളിൽ ഒരു നിയമമുണ്ട്. ഒരു സ്കൂളില് 50% വിദ്യാർത്ഥികള് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരെ മതപഠനത്തിനനുസരിച്ച് സമയം മാറ്റാൻ പറ്റും. എന്റെ നാട്ടില് ഈ വളക്കോട് സ്കൂളിൽ അങ്ങനെ സംഭവം ഉണ്ടായി. കാരണം ഇപ്പൊ ഈ കേരളത്തിലെ ഒരു 100 കൊല്ലം പഴക്കമുള്ള ഒരു ഗവൺമെന്റ് UP സ്കൂൾ വളക്കോട്, അവിടെ ഇന്നത്തെ സമയം എന്ന് പറഞ്ഞാല് 4:30 ഈ വൈകിട്ട് 4:00 സ്കൂൾ വിടും, 10:30 4:30. കാരണം മുസ്ലിം കുട്ടികള് 50% ആയപ്പോ അവിടെ മുസ്ലിങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ മദ്രസ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സമയം മാറ്റി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം നാട്ടുകാരെ മൊത്തം പ്രക്ഷോഭമാക്കി PK ഫീമെയിൽ ടീച്ചർ ഉൾപ്പെടെ വന്ന് മധ്യസ്ഥം പറഞ്ഞിട്ട് ലാസ്റ്റ് തീരുമാനം മാറ്റി 10:30 എന്നുള്ള 10:25 4:25 ആക്കി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, കേരളത്തിലെ ഒരു ഗവൺമെന്റ് UP സ്കൂളില് ഈ മുസ്ലിങ്ങളെ മദ്രസ പഠനത്തിന് വേണ്ടിയിട്ട് സമയം അരമണിക്കൂർ മാറ്റി ഇപ്പൊ നടക്കും. നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമായത്. ഒരു മതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ സ്കൂളിന്റെ പഠനം മാറ്റാൻ പാടില്ല. നിങ്ങൾ ഇപ്പൊ നാളെ വേദപാഠം പഠിക്കണം തുടങ്ങി, മറ്റേ ആർട്സുകാർ ശാഖ നടത്തുന്നത് തുടങ്ങി,
നിങ്ങളെ മതവും കാര്യങ്ങളും നിങ്ങളെ സ്വന്തം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പള്ളിയിലോ അമ്പലത്തിലോ വെക്കുക. ഈ കുട്ടികൾ പഠിക്കണം. നമ്മുടെ മക്കള് ജാതി മത ഭേദമന്യേ പഠിക്കുന്ന മക്കളാണ്. ഞാനൊരു തീർത്തും 100% മതവും ഇല്ല, ജാതിയുമില്ല, ദൈവമില്ല വിശ്വസിക്കാറാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞ് ഇഷ്ടപ്പെട്ടി തരും. മനു സുഖമായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഏതായാലും വളരെ ധീരതയോടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുക. അപ്പോൾ യൂട്യൂബിൽ നിറയെ പേർ ഇന്ന് ജോയിൻ ചെയ്തിട്ട് ഞാനത് ഇത് കിട്ടാത്തതുകൊണ്ട് കുറേ നേരം വായിച്ചില്ല. ഏതെങ്കിലും സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് എന്നോട് പറയുന്നു. താങ്കളുടെ അസുഖമെല്ലാം മാറി പൂർണ്ണ ആരോഗ്യവാനായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും താങ്കൾക്ക് ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇനിയും ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങേയറ്റം നന്ദി സുനിൽ കുമാർ. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു അത്ഭുതമല്ല, മറിച്ച് മാനസികമായൊരു പിന്തുണയാണ് പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആ പിന്തുണയാണ് ഏറ്റവും അധികം ഊർജവും മടങ്ങി വരാനുള്ള വലിയ ആത്മവിശ്വാസവും നൽകുന്നത്. അപ്പോൾ സുനിൽ കുമാറിന് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും. ഇതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നറിയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷവും അതിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ പിന്നെ പറയുന്നു സുനിൽ, ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്, താങ്കളില്ലാത്ത പൊതുവേദി അങ്ങനെയാണ്. ഓക്കെ, പൊതുവേദിയിൽ നമ്മുടെ ഞാനില്ലെങ്കിലും കൂടുതൽ കരുത്തനായ ഒരാളുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. ഓക്കെ, നമസ്കാരം മനു സാർ, കുറേ നാളെ കണ്ടിട്ട് സുഖം എന്ന് കരുതുന്നു എന്ന് ഗോളാന്തരം പറയുന്നു. ഓക്കെ, കുറച്ച് നാൾ ഞാൻ അസുഖബാധിതനായിരുന്നു, കുഴപ്പമില്ല, ഇപ്പം മടങ്ങി വന്നിരിക്കുന്നു. ഷാജി കണിയാമ്പറമ്പിൽ എന്നോട് പറയുന്നു, എങ്ങനെ അസുഖമൊക്കെ മാറിയോ, സ്കൂൾ സമയം ഗൾഫ് മാറിയോ എന്ന് ചോദിക്കുന്നു. അസുഖമൊക്കെ ഏതാണ്ട് മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ചുകൂടെ പ്രയാസങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ മാറും എന്ന് വിചാരിക്കുന്നു. സ്കൂൾ സമയം ഗൾഫ് സിസ്റ്റം ആക്കണം. 6 മണി തൊട്ട് 2 മണി വരെ, അതാണ് നല്ലത്. കുട്ടികൾക്ക് വന്ന് കളിക്കാനും ഉറങ്ങാനും ഒരുപാട് സമയം കിട്ടും, മതപഠനത്തിനും സമയം കിട്ടും എന്ന് ഷാജി പറയുന്നു. അതും ആലോചിക്കാവുന്നതാണ്. കുട്ടികൾ കുറച്ചുകൂടെ നേരത്തെ സ്കൂളിൽ പോയി നേരത്തെ വന്നാൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ സമയം നല്ലോണം പ്രയോജനപ്പെടുത്താൻ കഴിയും. ഓക്കെ, അത് ഒരു ഇതുമായി വിദ്യാഭ്യാസവുമായി